പോത്തിനെ പാടത്തേക്ക് ആക്കാൻ പോയപ്പോഴാണ് കേട്ടോ പാടത്തെ ഒരാൾക്കൂട്ടം കാണുന്നത്. എന്താണെന്നറിയാൻ പോയി നോക്കുമ്പോൾ അവിടെ പൊന്തൊക്കെ വെട്ടിയിട്ട് നല്ല മീൻപിടുത്തം നടക്കുന്നുണ്ട്. നാട്ടിലുള്ള ഏട്ടന്മാർ തന്നെയാണ് കേട്ടോ. എല്ലാ ഭാഗത്തും വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഈ കണ്ടത്തിൽ വെള്ളം വറ്റാറില്ല. അത് ലാസ്റ്റൊക്കെയാണ് ഈ കണ്ടത്തിൽ വെള്ളം വറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ കണ്ടത്തിലത്തെ മീൻ ലാസ്റ്റ് ഇതിൽ വന്ന് കൂടും ചെയ്യും. എല്ലാ കൊല്ലത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം ഇതിൽ നന്നായിട്ട് നല്ല കാട് പോലെ ചെടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മീനുണ്ടാവും ഇതിൽ. ഞാനങ്ങോട്ട് എത്തിയപ്പോഴത്തേനും അവർ പൊന്തൊക്കെ വെട്ടി ഒഴിവാക്കി മീനെ പിടിക്കൽ തുടങ്ങിയിരുന്നു കേട്ടോ. എല്ലാ കൊല്ലത്തിലും ഇവിടെ നല്ലവണ്ണം മീൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് മീൻ ഇവിടുന്ന് കിട്ടി. ചുറ്റോറുള്ള ചണ്ടിയൊക്കെ ഒഴിവാക്കി ഒരു സെൻറ്ററിൽ കുറച്ച് നിർത്തും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റോറും വെട്ടുമ്പോൾ മീൻ അങ്ങോട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡത്തൊക്കെ ആദ്യം ഒഴിവാക്കിയിട്ട് സെൻറ്ററിൽ കുറച്ച് നിർത്തണത്. അപ്പോൾ എന്താ വെച്ചാൽ ഇളകണ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ വന്ന് മീനുകൾ കൂടും. അപ്പോൾ സുഖമായിട്ട് അവർക്ക് ചുറ്റോറിൽ നിന്ന് പിടിക്കുക. അങ്ങനെ അത് ലാസ്റ്റത്തെ അത് വെട്ടി ഒഴിവാക്കുമ്പോൾ തന്നെ അതിന് മീനുകളൊക്കെ ചാടി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു മീൻ കണ്ടുണ്ട്. മണ്ടാള കൊണ്ട് വെട്ടിയിട്ടാണ് പിടിച്ചത്. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാലാണ് കേട്ടോ. വരാല് കണ്ണൻ മീൻ എന്നാണ് ഞങ്ങളവിടെയൊക്കെ പറയുക. ഞങ്ങളെ നാട്ടിലുള്ള ഏട്ടന്മാർ തന്നെയാണ് കേട്ടോ ഇവിടെ മീൻ പിടിക്കണത്. നാട്ടിലെ മീൻപിടുത്തത്തിൻ്റെ ആശാന്മാർ തന്നെയാണിത് ഇവരൊക്കെ. പൊന്തും ചണ്ടിയൊക്കെ ഒന്ന് ഒഴിവാക്കിയപ്പോൾ മീനുകളൊക്കെ മൊത്തത്തിൽ പരന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മൊത്തത്തിൽ നടന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മീൻ പിടിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഞാൻ വന്ന സമയത്ത് ആകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം 5-6 ആൾക്കാരായിട്ടുണ്ട് മീൻ പിടിക്കാൻ. അവിടെ കടു എന്നൊക്കെ പറയണ മീൻ കിട്ടിയിട്ടുണ്ട്. കാരി കടു എന്നൊക്കെ പറയുക. നല്ല കൊമ്പുള്ള മീനാണ്. സൈഡിൽ കൊമ്പുണ്ട്. അത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കടച്ചിലാവും. പിന്നെ ചിലവർക്ക് ഇൻഫെക്ഷനൊക്കെ വരും. ഇനി ആ ഭാഗത്ത് മീൻ പിടുത്തം കഴിഞ്ഞിട്ട് ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് അവർ. ഇവിടെയും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ചുറ്റുഭാഗം വെട്ടിയിട്ട് സെൻറ്ററിൽ കുറച്ച് ഭാഗം നിർത്തിയിട്ടാണ് അങ്ങനെയാണ് ഇവർ മീൻ പിടിക്കണത്. മീൻ പിടുത്തത്തിൻ്റെ ആശാനാണിത്. മുരളിയേട്ടൻ എന്നാണ് പറയുക ഞങ്ങളവിടെ. എവിടെ മീൻ പിടിക്കാനാണെന്ന് വെച്ചാൽ മൂപ്പര് മുമ്പിലുണ്ടാവും കേട്ടോ. അപ്പുറ സൈഡൊക്കെ ഇളക്കിയ കാരണം മീനുകളൊക്കെ ഇതിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല മീനുണ്ടെന്നാണ് പറയണത് അവർ. അവർ മീൻ പിടിക്കണ കണ്ട ഒരു ഇതിൽ ഞാനും അങ്ങോട്ട് ഇറങ്ങി അവരുടെ അടുത്ത് പോയി മീനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഒരു മീനെ കണ്ടിട്ടുണ്ട്. മിസ്സായി. ഈ ചണ്ടി പൊക്കണതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. വെള്ളം ഉണ്ട് അടിയിൽ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ ഗ്യാപ്പ് ഉണ്ടാവും മീൻ പോകാനുള്ള. മീൻ തുളച്ച് പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ ആ മീൻ കിട്ടിയിട്ടില്ല. ആൾ കിടന്നിട്ടൊക്കെ പിടിക്കണം അവിടെ നിന്ന്. ആ മീനെ പിടിച്ചിട്ടേ നിർത്തുള്ളൂ എന്നാണ് പറയണത്. പിടിക്കുക എന്തായാലും അതിന് പിടിക്കുന്ന പറഞ്ഞത്. മീനങ്ങോട്ട് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സുരേഷ് ഏട്ടൻ കാര്യമായിട്ട് എന്തോ കണ്ടിട്ടുണ്ട് ഇവിടെ മീനിനെ. ഇവിടെ ഒരു വലിയ മീനുണ്ട് കേട്ടോ. എല്ലാവരുടെ കയ്യിൽ നിന്ന് മിസ്സായിട്ട് എൻ്റെ കാലിൻ്റെ ഒട്ടിക്കാണ് മീൻ വന്നത്. അതിനെ ഞാനങ്ങോട്ട് പിടിച്ചു. ഏകദേശം ഒരു 1 കിലോൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും മീൻ. ഞാനതിനെ കുടത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പുറത്തുനിന്നൊരു വലിയ മീൻ പിടിച്ചു വരുന്ന ആൾ. ഏകദേശം കുടം നിറഞ്ഞിരിക്കണം കേട്ടോ മീനായിട്ട്. അങ്ങനെ മീനൊക്കെ എല്ലാവരും പിടിച്ചു. അത്യാവശ്യം കുടം നിറഞ്ഞിട്ടോ അവസാനം. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം മീനുണ്ട്. കൈ അങ്ങോട്ട് എത്താത്ത കാരണം മീൻ കയ്യിൽ ഒതുങ്ങില്ല. അവിടെ സുരേഷ് ഏട്ടൻ ഇവിടെ എന്തോ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയണത് ഇതിൻ്റെ ഉള്ളിൽ. കുറേ നേരത്തെ പരിശ്രമത്തിൽ ഒടുവിൽ മറ്റേ മീനെ പിടിച്ചിട്ടോ. വേറൊരു മീൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ഒക്കെ നമ്മളെ സ്നേക്ക് ഹെഡിൽ പെട്ട കണ്ണൻ ചേറ എന്നൊക്കെ പറയുന്ന മീൻ തന്നെയാണ് കേട്ടോ.
അങ്ങനെ കുറേ നേരത്ത് മീൻ പിടിച്ച് കുടം നിറഞ്ഞു. കുടത്തുനിന്ന് വലിയ മീനുകൾ മാത്രം വലയിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോകണവർ. അവിടെ നിന്ന് ചെരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ പോകും. അത് കാരണം കരയ്ക്കൊക്കെ വന്നിട്ട് ഇവിടെയാണ് ചെരിഞ്ഞ് എടുക്കണം മീനിനെ. വലിയ മീൻ കുടത്തിലിട്ടിട്ട് അതിൽ ലോക്കായി പോയി. എന്നിട്ട് വലിച്ച കിട്ടാതായി. ഒരുപാട് മീനുകൾ ഉള്ള കാരണം അതിൽ ലോക്കായി. പിന്നെ ഓരോന്നിനോരോന്ന് കൈയിട്ടെടുക്കേണ്ടി വന്നവർക്ക്. കിട്ടിയ മീനൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള മീനുകളാണ് കേട്ടോ. എങ്ങനെ പോയാലും 1 കിലോൻ്റെ അടുത്തുള്ള മീനുകളാണ് കിട്ടിയിരിക്കുന്നത്. കുടത്തിൽ നോക്കുമ്പോൾ നിറച്ച് മീനുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും മീനുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഒരുപാട് മീനുകളുണ്ട്. കണ്ണൻ തന്നെ ഉണ്ടാവും ഒരു 10 കിലോൻ്റെ അടുത്ത്. കണ്ണൻ മീൻ തന്നെ. അതിൽ വലുത് മാത്രമല്ല ചെറുതുണ്ട്. ഒരു ഇടത്തരം ഒരു 1/2 കിലോ ആ റേഞ്ചിലുള്ള കണ്ണൻകുട്ടികളും ഉണ്ട് കേട്ടോ. പിന്നെ കല്ലുത്തി സിലോപ്പി എന്നൊക്കെ പറയും ഞങ്ങളവിടെ. ആ മീനുണ്ട്. ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള മീനാണ് കേട്ടോ. ഏകദേശം 1 കിലോൻ്റെ അടുത്തേക്ക് ഉണ്ടാവും മീൻ. നല്ല വലിപ്പമുള്ള മീനാണ്. ഇങ്ങനത്തെ 2-3 എണ്ണം കിട്ടിയിട്ടുണ്ട് അവർക്ക്. നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. വലിയ മീനാണ് കേട്ടോ അത് കിടക്കണത്. അങ്ങനെ വലിയ മീനുകളൊക്കെ വലയിലേക്കാക്കി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുടത്തിൽ കിടന്ന് ചത്തു പോകണ്ട വെച്ചിട്ട് വലിയ മീനുകളൊക്കെ വലയിലേക്ക് ആക്കിയിട്ട് ചെറിയ മീനൊക്കെ വീണ്ടും നമ്മൾ കുടത്തിലേക്ക് തന്നെ അവർ പറക്കിയിട്ടു. അപ്പോൾ മീനൊക്കെ എടുത്തപ്പോൾ വലിയ മീനൊക്കെ മാറ്റിയപ്പോൾ ഒരു 10 കിലോൻ്റെ അടുത്ത് വലിയ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ.